നമസ്കാരം. ഷാജി പാപ്പൻ മീഡിയയിൽ നാദിറയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂവിൽ അതായത് നാദിറ എന്തൊരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് അവിടുന്ന് കയറി സംസാരിക്കുന്നതാണ്. ആ ഇൻ്റർവ്യൂവിൽ അഖിൽ മാരാരുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന അഖിൽ ബിഗ് ബോസിനെതിരെ സംസാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനകത്തുള്ള രണ്ടുപേർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നാദിറയുടെ കടുത്ത വിയോജിപ്പ് നാദിറ പറഞ്ഞിട്ടുണ്ട്. ആ നാദിറ പറഞ്ഞിട്ടുള്ള ആ റീസൺസും കാര്യങ്ങളും നമുക്ക് ഒരു തുള്ളി പോലും ഡൈജസ്റ്റ് ആവാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തെ റീസൺ എന്താ വെച്ചാൽ, നാദിറ ശരിക്കും പറഞ്ഞാൽ അഖിലിൻ്റെ ഈ ഒരു ആക്ടിനെ നാദിറ പറഞ്ഞ ധൈര്യത്തെ നാദിറ അഭിനന്ദിക്കുന്നു. പക്ഷേ അഖിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അഖിലെന്താ ചെയ്യാൻ പാടാത്തെന്ന് അഖിലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് നാദിറയ്ക്ക് അറിയില്ലെങ്കിലും കാണുന്ന പ്രേക്ഷകർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അഖിൽമാരെ എത്രത്തോളം വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്. ഓക്കെ, നാദിറയുടെ വേറൊരു കേസും കൂടി പറയാം. ഞാൻ ഈ ഇൻ്റർവ്യൂ നിങ്ങളെല്ലാവരും കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഈ ഇൻ്റർവ്യൂ കുറച്ച് പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം. പക്ഷേ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ റിവ്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ വീക്കെൻഡ് എപ്പിസോഡ് എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ അപ്ഡേറ്റ്സ്, അതായത് എന്താ പറയുക, നമ്മളെല്ലാവരും പുറത്തറിയുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളത്തെ അപ്ഡേറ്റ്സ് ഏറ്റവും പെട്ടെന്ന് അറിയുന്ന ആ വ്യക്തി നാദിറയാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നാദിറയ്ക്ക് വളരെ സൂപ്പറായിട്ടുള്ള കണക്ഷൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം നാദിറയ്ക്ക് ഏഷ്യാനെറ്റ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നടക്കുന്നൊരു പ്രോഗ്രാമിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ, അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എത്തിക്കുക. അത് പുറത്തേക്ക് ടെലികാസ്റ്റിന് മുന്നേ തന്നെ നാദിറ ചാനലിലൂടെ പറയുക, എവിക്റ്റഡായി, ഇന്നാളെ എവിക്റ്റഡായി, ഇന്ന കാര്യങ്ങൾ, വൈൽഡ് കാർഡ് ഇത് കയറി അത് കയറാം, അത് കംപ്ലീറ്റ് നാദിറ പറയുക. ആ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നാദിറയ്ക്ക് യാതൊരു പ്രശ്നങ്ങളും വരാൻ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുക. എന്നിട്ട് പാവം പഠിച്ച് യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാർ ആരെങ്കിലും ഒരാൾ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഏഷ്യാനെറ്റ് സ്ട്രൈക്ക് അടിക്കുക. ഇതൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ നാദിറയും ഏഷ്യാനെറ്റും തമ്മിലുള്ള അന്തർധാര വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. അതിന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. ഏതായാലും നാദിറ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ചോദിച്ച ക്വസ്റ്റ്യൻസിലുള്ള അതിനുള്ള നാദിറയുടെ മറുപടി നമുക്കൊന്ന് കാണാം കേട്ടോ. പലരും കമന്റിലൂടെ പറയുന്നുണ്ട് അഖില് കാണിച്ചൊരു ധൈര്യത്തെ, ഞാൻ ആ ധൈര്യത്തെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തുറന്ന പരാമർശം നടത്താൻ കാണിച്ച ധൈര്യം. പക്ഷെ അതൊരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടാകരുത്. പ്രത്യേകിച്ച് സീസൺ 5 സ്ത്രീകളിൽ ആദ്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞു, പിന്നെ അതിൽ ചിലർ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത്. അത് അഖില് പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ തെളിവുണ്ടെന്ന്. തെളിവ് തരാത്ത പക്ഷം അതൊരു എന്താ പറയുക, ആരോപണം മാത്രമാണ്. അതിനെ ആ ആരോപണം എന്തെങ്കിലും തെളിവായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് അഖിലല്ല അത് പറയേണ്ടതും, നേരെ മറിച്ച് അതിൽ ബന്ധപ്പെട്ട സ്ത്രീകളാണ് വിഷയം സംസാരിക്കേണ്ടത്. പക്ഷേ സ്ത്രീകളല്ല നാദിറ സംസാരിക്കേണ്ട ഈ വിഷയം. അഖിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ളൊരു മത്സരാർത്ഥി. അയാൾക്ക് നഷ്ടം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാളിത് പറയാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യത്തെ നിങ്ങളെപ്പോലുള്ള ആക്ടിവിസ്റ്റുകൾ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആക്ടിവിസ്റ്റ്, നിങ്ങൾ അവകാശപ്പെടുന്ന ആൾക്കാർ കേട്ടോ, അതോ നിങ്ങൾ ഇനി പ്രോഗ്രാമും യൂട്യൂബ് ചാനലും സംഗതികളായിട്ട് പോവുക, ഏഷ്യാനെറ്റിൻ്റെ ഒരു വിധേയമായിട്ട് പോവുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഇതിന് അഖിലിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അഖിൽ തുടങ്ങി വെച്ചിട്ടുള്ളൊരു സംഗതി ആൾക്ക് ധൈര്യം കൊടുത്തിട്ട് ആ സംഗതികൾ പുറത്ത് കൊണ്ടുവരാനും, ബന്ധപ്പെട്ട ആൾക്കാർ ആരാന്നുള്ളത് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ അഖിലിനോട് സംസാരിച്ച് പേഴ്സണലി അയാൾ നിങ്ങളോട് പറയുമെങ്കിൽ അത് സംസാരിച്ച് അവരെ ഏർപ്പാടാക്കി, എന്താ പറയുക, കണക്ട് ചെയ്തിട്ട് അതിനെ അവർ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ആൾക്കാരാണ് നിങ്ങളൊക്കെ. അല്ലാണ്ട് ഈ അനുഭവിപ്പിക്കപ്പെട്ട എവിടെയാണ് ഒരു സ്ഥലത്ത് എര നേരെ തുറന്നു വന്ന് പറഞ്ഞിട്ട് എരയുടെ പേര് ഒരാൾ വെളിപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? എൻ്റെ പേര് വെളിപ്പെടുത്തുന്ന പോലെയല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഖിൽ ഇയാളുടെ പേര് വിളിച്ച്, ഈ ഒരു സ്ത്രീ ഏതാണ്, അല്ല ആ സ്ത്രീകൾ ഇതാണെന്നുള്ളത് വിളിച്ച് പറയും. അഖിലിൻ്റെ സ്റ്റോറി തന്നെ അഖിൽ ഇട്ടിട്ടുണ്ടല്ലോ, നിഷാദ് കൊണ്ടുവരാ ലേഡിക്ക് എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത്. സെറീന സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾക്ക് ബാധകമല്ലാത്ത റീസൺ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ സ്വന്തം ആളാണ്. നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളും, നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ പ്രോഗ്രാംസിന് പരിപാടിക്കൊന്നും പോകണ്ട. വീക്കെൻഡുകളിൽ നിങ്ങളെ ചാനലിൽ വരുന്ന വീഡിയോസ് കണ്ടാൽ അറിയാം. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഏഷ്യാനെറ്റിൽ മുൻകൂട്ടി നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മുൻകൂട്ടി പറയുന്നത്. അത് എല്ലാവരും ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവരും എത്തും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലം വരുന്നില്ല. ഇത്രയും സുതാര്യമായിട്ട് നടക്കുന്നൊരു പരിപാടിക്ക് അതിൽ ആരെ വിക്റ്റായി പോകുന്നു, മറ്റൊരു പോകുന്നു എന്നുള്ള പരിപാടി വെറുതെ കുറേ യൂട്യൂബേഴ്സ് പണ്ടത്തെ പോലെ ഇരുന്നിട്ട് അടിച്ചു വിടുന്ന പോലെയല്ല. വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾ പുറത്തു വരുന്നത്. അതിന് പേരിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല എന്നുള്ള അർത്ഥം. നിങ്ങൾക്ക് എത്രത്തോളം അവരായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ളത് അറിയില്ലേ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. ഇത്രയും പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയാൻ കാണിക്കുന്നില്ല എന്നുള്ള സങ്കടം കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് ഏഷ്യനെറ്റിലെ ആരുടെയൊക്കെ ഉള്ളിലൊരു ഇതുള്ളതുപോലെ, ഗ്രഡ്ജ് ഉള്ളതുപോലെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരുടെ പേര് സദൈര്യം ഏഷ്യാനെറ്റിനോട് ഗ്രഡ്ജ് ഉള്ള പോലെ അഖിൽ സംസാരിച്ചു. ശരിയാണ്, ഏഷ്യാനെറ്റിനോട് ചില ആൾക്കാരോട് ഗ്രഡ്ജ് ഉള്ള പോലെ തന്നെയാണ് അഖിൽ സംസാരിച്ചത്. അഖിലിന് ഗ്രഡ്ജ് ഇല്ലാതിരിക്കുമോ?
അഖിലിനെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് സിബിൻ്റെ കേസും കൂടി വന്ന സമയത്ത് പിന്നെ അഖിലിനോട് ഇത്രയധികം ആൾക്കാർ, അഖിൽ മാരാരെന്ന് പറഞ്ഞ വ്യക്തി ഇത്രയധികം സീസണുകൾ ആൾക്കാർ വന്ന പോലെയല്ല. അയാളൊരു പൊതുപ്രവർത്തകൻ്റെ ഒരു ലൈനിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അയാളോട് പല കാര്യങ്ങളും അയാളെ വിളിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തോന്നും. ഒന്ന് പറയാൻ അഖിലെ ഒരു ഇത് കാണിക്കുന്നത്, തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. കാരണം എനിക്ക് നിരന്തരം എന്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നീ അല്ലേ ആ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പോയതെന്നുള്ള കമന്റുകളും മെസ്സേജുകളും എനിക്കുണ്ട്. ട്രാൻസ് വനിതയായ എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എന്റെ കൂടെ മത്സരിച്ച മത്സരാർത്ഥികൾ, വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും ഇല്ല എത്രത്തോളം അവര് ഒരു തെറ്റിന്റെ നേരെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ സൈബർ ബുള്ളിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നാദിറ പറഞ്ഞ ചെറിയൊരു കാര്യത്തിനോട് ഞാൻ ചെറുതായിട്ടും യോജിക്കുന്നത്, അഖിലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. സ്വാഭാവികമായിട്ടും അഖിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ ലേഡിയാണോ ആ ലേഡിയാണോ ഇത് ഏറ്റവും കൂടുതൽ ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അറിയാതെ, ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇന്നിപ്പോൾ സീസൺ 6 നടക്കുന്ന കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ സീസൺ 6 ഒരു ലേഡി അല്ലെങ്കിൽ 1-2 സ്ത്രീകളെ വെച്ചിട്ടാണ് ഈ പറയുന്നത്. അവരിലേക്കാണ് ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടുന്നത്. പിന്നെ സീസൺ 5 കാര്യത്തിൽ അഖിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഖിൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കഴിഞ്ഞ സീസണിൽ നടന്നിട്ടില്ല, പക്ഷേ അപ്രോച്ച് ചെയ്തു എന്നുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന ആളാണെന്ന് പറയണോ അഖിൽ? അതാണ് ഇപ്പോൾ നാദിറ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരൊക്കെ എന്ത് ആക്ടിവിസ്റ്റാ? ഒരു തരത്തിലും അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ കണക്ക് ഇതിന് പിറകെ ഇത്തരം വിഷയങ്ങൾ നടന്നതായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ മുന്നിൽ അത് തെളിവടക്കം ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരു കൃത്യമായ രീതിയിൽ ഞാൻ ഇത് വിശ്വസിക്കുന്നു എന്ന രീതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും കാരണം എനിക്ക് ഉണ്ടായില്ല. പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ വരുന്ന സ്ത്രീകൾ അത് ചിലപ്പം അവര് തുറന്നു പറയാത്തോടത്തോളം കാലം അതൊരു കൺസേൺ ആണ്. രണ്ടുപേരുടെ സമ്മതങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിന് കൺസെൻഷ്യൽ എന്നാണ് ഉദ്ദേശിച്ചത്. കൺസെന്റ് അല്ലേ, കൺസെൻഷ്യൽ ആയിട്ട് നടന്ന കാര്യമാണെന്ന് നാദിറ പറയുന്നത്. അപ്പോൾ നാദിറ അത് സമ്മതിക്കുന്നുണ്ട്. നാദിറയും ഇതിന് മുന്നേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നടന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ തെളിവുകളൊന്നും നാദിറയുടെ അടുത്ത് എത്തിയിട്ടില്ല. അത് നടന്ന കാര്യങ്ങൾ രണ്ടുപേരുടെയും ഉഭയകക്ഷി ബന്ധം, എന്താ പറയുക, രണ്ടുപേരുടെയും സമ്മതത്തോടെയാണ്. അപ്പോൾ അത് കൺസെൻഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. നാദിറയുടെ അടുത്ത് തെളിവ് കൊടുക്കാത്ത റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നട്ടലില്ലാത്ത സ്വഭാവം നാദിറയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെന്നുള്ള കാര്യം കൊണ്ടായിരിക്കും. പക്ഷേ അഖിലിനത് തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ തുറന്നടിച്ച് പറയാനും ഇവരായിട്ടുള്ള ഒത്തുതീർപ്പല്ലാതെ അവനവൻ്റെ കാര്യങ്ങൾ ഇത് പറയാനുള്ള ഒരു ആർജവം അഖിൽ കാട്ടുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. മറ്റത് ഇവിടെ ഈ വിധേയരായിട്ട് നിൽക്കുന്നവർക്കൊന്നും തുറന്നു പറയാൻ കഴിയില്ല. മൂന്നാമതൊരാളെ എനിക്ക് പങ്കില്ല. അവർക്കത് ബുദ്ധിമുട്ടായി വരുന്ന ഇല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണുന്ന നിരക്കുള്ള കാസ്റ്റിംഗ് കൗച്ചാണ് അവിടെ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ വരണം, സംസാരിക്കണം, അത് വിഷയമാക്കണം. അതിന് ഈ പറഞ്ഞ അതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ തോന്നുന്നു പറയുകയും വേണം. പക്ഷേ അല്ല, അതങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ചാണ് നടക്കുന്ന രീതിയിൽ അഖില പറഞ്ഞത്. അത് പുറത്ത് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നാദിറ പറയുമ്പോൾ ആരാണ് പുറത്ത് കൊണ്ടുവരുന്നത്? നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ലേ പുറത്ത് കൊണ്ടുവരുന്നത്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ലേ അഖിലിനെ പോലുള്ള വ്യക്തികൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ആ പറയുന്ന സ്ത്രീകളെ പോയി ബന്ധപ്പെട്ട് നിങ്ങളെ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരണ്ടേ? ഇത് ആരുടെങ്കിലും പേര് അഖിൽ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അതിന് പിറകിൽ അനുഭവിക്കേണ്ടി വരുന്ന ഞാൻ അടക്കമുള്ള ആളുകളാണെന്നുള്ളതാണ്. അതങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിപ്പോ എന്നുള്ളതാണ്. പിന്നെ സത്യമാണ്, അത് സംഭവം സത്യമാണ്. നിങ്ങൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അനുഭവിക്കേണ്ടി വരും. അതിപ്പോൾ സിനിമയെ സംബന്ധിച്ച് തന്നെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ നോർമലായിട്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പോൾ പല ഓഫീസുകളിലും പല മേഖലകളും, ഓഫീസല്ല പല മേഖലകളിലും ഇങ്ങനെ ഉണ്ട്. അത് അടച്ച് ആക്ഷേപിക്കുക, അത് സ്വാഭാവികമായിട്ട് പൊതുജനത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. കമൻറ്റുകളെ വെച്ചിട്ട് ഒരിക്കലും ഒരാളെ ഒരു കാര്യങ്ങൾ വിലയിരുത്തരുത്. കാരണം കമൻറ്റുകൾ പല ആൾക്കാർ പല സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ടും ചെയ്യും. സിനിമയിൽ അങ്ങനെയാണ് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും സിനിമയിൽ അതാണെന്നാണ് അർത്ഥം. അഖിൽ പറയുന്നുണ്ട് അഖിലെ പലവട്ടം ബിഗ് ബോസിന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബിഗ് ബോസ് അഖിലിനെ പുറത്താക്കാനായിരുന്നെങ്കിൽ അവർക്ക് മധുവിന്റെ ഒരു വിഷയം മതി. ഇല്ലാത്ത പക്ഷം അഖില് 102 ഡിഗ്രി പനിയുള്ള സമയത്ത് ആരോഗ്യ കാരണത്താൽ അഖിൽ പുറത്തു പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. പുറത്തുപോയി അകത്തേക്ക് വന്ന ആളാണ് അഖിൽ. അപ്പൊ ആ സമയത്തും പുറത്താക്കാമായിരുന്നു. അതിനപ്പുറത്തേക്ക് ശോഭനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ സമൂഹത്തിലെ വനിതകൾ കൂടി ഒരു കേസ് കൊടുത്തു. അന്നൊരു വിഷയം ഉണ്ടായാൽ മതി. പോട്ടെ, ജുനീസിന് തുണിവുക്കി കാണിച്ചു കൊടുത്ത വിഷയമായാലും മതി. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ഈ വിഷയങ്ങളിലൊക്കെ വളരെ നല്ല ക്ലിയർ ആയിട്ട് പ്രതികരിച്ചാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ കേട്ടോ. ഇതൊക്കെ എത്രത്തോളം വളച്ചൊടിച്ച് കൊണ്ടുപോയതാണെന്നുള്ള വളരെ ഒരു കാര്യം നന്നായിട്ട് അറിയാം. ഇനി രണ്ടാമത്തെ കേസ് ഇനി ഇങ്ങനെയൊക്കെ കാണിച്ചു നീരിക്കാം. പുറത്താക്കാത്ത റീസൺ എന്താ അറിയോ? ആ സമയത്ത് അഖിലൊരു വ്യക്തി മാത്രമാണ് സീസൺ 5 മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ നാദിറയില്ല, ആരുമില്ല, ഒരു വസ്തുവില്ല. അഖിൽ കുറച്ച് ദിവസം അസുഖമായിട്ട് പുറത്തു പോയ സമയത്ത് കോണ്ടന്റ് എന്ന് പറയുന്ന സംഗതി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ല. അത് സത്യാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് പുറത്താക്കാതിരുന്നത്. ബന്ധപ്പെട്ട ഒരാളെ ഏഷ്യന്റെ ഏത് സമയത്തും പുറത്താക്കാനുള്ള പിന്നെന്താ വെച്ചാൽ അതിനുള്ളതില്ല, ആള് വേറെയാണത്.
അത് ആ അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി വേറെയാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ എപ്പിസോഡുകളിലൊക്കെ ലാലേട്ടൻ ഇത്രയധികം കോർണർ ചെയ്ത് പറയുന്ന സമയത്ത് ആ ഒരു റെസ്പെക്റ്റ് വിടാതെ തന്നെ ലാലേട്ടനോട് എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറയുന്നൊരു വ്യക്തിയാണ് അഖിൽ മാരാർ. നമ്മൾ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാളതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരു ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറിയതാണ് കേട്ടോ. അവസരം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങളാണ് അത് പറയേണ്ടത്. അഖിലിനെ പുറത്താക്കാൻ അവസരം കിട്ടിയിട്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്നുള്ളത്. അത് ബിഗ് ബോസ് ഞങ്ങളോട് കാണിച്ച തെറ്റാണ്. എനിക്ക് തോന്നുന്നത് അഖിലിനെ പലവട്ടം പുറത്താക്കാമായിരുന്നു, അത് അവർ ചെയ്തില്ല. അപ്പൊ അഖിലിനെ ഫേവറേഷൻ ചെയ്തെന്ന് നമുക്ക് പറയാം. പക്ഷെ അറിയില്ല, കാരണം അഖിൽ മാസ് ഓഫ് പീപ്പിൾസിന് വോട്ട് കിട്ടി ഒരു വിജയമായിട്ടുള്ള ഒരു ഷോയാണ്. അതിൽ ഡിസർവിംഗ് ആണ് അഖിൽ. ആ ഡിസർവിങ്ങിനെ പക്ഷെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അഖിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല, അയാൾ ഡിസർവിംഗ് ആണ്, അത് സമ്മതിക്കുക. പിന്നെ കോട്ടം തട്ടുന്ന സ്റ്റേറ്റ്മെന്റ് എന്നല്ല, അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അഖിലിന് ഇതിന് മുന്നുള്ള കേസിൽ ഞാൻ അഖിലിനെ ശ്രദ്ധിച്ചാണ്, അഖിലിന് കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം, അത് വെറുതെ ഉദ്ഘാടനം ചെയ്ത് പിന്നെ അതിലെന്തിനും നടന്നിട്ട് പൈസ വാരിക്കൂട്ടി സമ്പാദിക്കാതെ അയാൾ ചില സാമൂഹിക പ്രശ്നങ്ങളിലും ഇതിന് മുന്നേ വേറെ പല ഇഷ്യൂസ് ഉണ്ടായിട്ടല്ലോ, നമ്മൾ തന്നെ ഞാൻ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, പല സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പോലും അയാൾ അതിൽ കയറി ഇടപെട്ടിട്ട് സ്വയം ഒരു പ്രശ്നത്തിലേക്ക് ചർച്ചാ വിഷയമാവുക മാത്രമല്ല, ഇത് ഫെയിമിന് വേണ്ടി പണ്ടത്തെ ആൾക്കാർ ചർച്ചാ വിഷയമാക്കിയതല്ല, ഇത് അത്രയും ഗൗരവമായ പ്രശ്നങ്ങളാണ്. ഇതുകൊണ്ട് ഫെയിമിനേക്കാളും കൂടുതൽ ആൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രശ്നങ്ങളാണ് വരുന്നത്. അയാൾക്ക് ഇതുകൊണ്ട് ഒരു ഫെയിമും കിട്ടാനില്ല. അപ്പോൾ അയാൾ ഡിസർവിങ് ആണെന്ന് മാത്രമല്ല, ഇത് ഡിസർവിങ് ആയ കിട്ടിയതിന് ശേഷം അയാൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഉദ്ഘാടനം പരിപാടിയും കാര്യങ്ങളും കൊണ്ടും ഉണ്ടാതിരുന്ന വ്യക്തിയല്ല. അത് സിബിനല്ലേ ഈ വിഷയം സംസാരിക്കേണ്ടത്. സിബിൻ പറയാത്തോടത്തോളം കാലം എവിടെന്നെങ്കിലൊക്കെ, പിന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ടീമിനെ പറ്റി അഖിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അഖിലിന് ഇപ്പൊ ഐൽസിന് അസുഖം വന്നപ്പോൾ പോലും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തൊരു വലിയ മെഡിക്കൽ ടീം ഏഷ്യനെറ്റും ബിഗ് ബോസിനും ഉണ്ടെന്നുള്ളത് ഞാൻ ഏഷ്യനെറ്റ് ചലഞ്ച് ചെയ്തിട്ടുള്ള ആളാണ്, അതിന്റെ എല്ലാവർക്കും അറിയാം. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഇപ്പം നിങ്ങൾ എന്തായാലും ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാദിച്ച് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതല്ല, രസമില്ല കേൾക്കാൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്ര ഒരു നല്ല ഒരു ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്ന ആക്റ്റായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ആരെ എവിക്റ്റാവും, ഏഷ്യാനെറ്റ് ഈ ആഴ്ച ആരെ കയറ്റുന്നു, എന്തൊക്കെയാണ് സുപ്രധാന തീരുമാനങ്ങൾ, അവിടെ എന്തൊക്കെയാണ് നടന്നെന്നുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയുന്നതിന് മുന്നേ നിങ്ങളുടെ മോണിറ്ററി ബെനിഫിറ്റ് എല്ലാവരും സ്ഥിതി തന്നെ കേട്ടോ. നമ്മളും യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഇത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല, മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഒരു ഇൻഫർമേഷൻ പുറത്തെത്തിക്കാനൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻസ് വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതൊരു മെഡിക്കൽ ടീമിനെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളത്. രീതിയിൽ വരെ പറയാം. പക്ഷെ അത് പറയുമ്പോൾ സദൈവം അത് പേരെടുത്ത് പറയാനോ ഇല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വം ഒരു വ്യക്തി എന്ന രീതിയിലെങ്കിലും പറയാൻ പറ്റും. പക്ഷെ ഇത് ഒരു കൂട്ടം ആളുകളെയല്ല അത് ബാധിക്കുക. അത് ഒരാളാണെങ്കിൽ പോലും അത് ആരാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കമന്റ് ബോക്സ് നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ നോക്കുക, നീ അല്ലേ കിടന്നു കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക. ഇല്ല നമ്മൾ എത്ര വട്ടം പറയാൻ സാധിക്കും? അല്ലെ നമ്മൾ അത് എന്തുകൊണ്ട് പറയുന്നു? നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. നമുക്ക് ഇത്രയേ ഉള്ളൂ, മടിയിൽ കനവനുള്ളവനെ പേടിയുള്ളൂ എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ആ സംഗതിയിൽ നിങ്ങളല്ല ചെയ്തതെങ്കിൽ നിങ്ങൾ ഒറ്റവട്ടം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, വാട്ട് എവർ. പിന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് നമുക്കൊന്നും വിലയിരുത്താൻ പറ്റില്ല. കാരണം ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് നാദിറയ്ക്ക് ഭയങ്കര എഗെയിൻസ്റ്റാണ്. നാദിറയ്ക്ക് അറഞ്ചം പുറഞ്ചം തെറിയ മാത്രം, അല്ലെങ്കിൽ അറഞ്ചം പുറഞ്ചം ഏഷ്യാനെറ്റിലെ കണക്ഷൻ മാത്രം വെച്ചിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത് നാദിറയോട്. ഇത് അപ്പോൾ അതുകൊണ്ട് നാദിറയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് എടുത്താൽ വരെ കാണുന്നത് ഞാൻ കണ്ട കമൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. നാദിറേനെ ഒരിക്കലും ഇതുപോലെ നീയല്ലേ അതിൻ്റെ ആളെന്നല്ല ചോദിക്കുന്നത്, നീ ഏഷ്യാനെറ്റ് അടുത്ത് പൈസ വാങ്ങിയിട്ടാണോ അത് ചെയ്തെന്നുള്ളൊരു കമൻറ്റാണ് നാദിറയ്ക്ക് കിട്ടുന്നത്, അല്ലാതെ മറ്റതല്ല. ഒറ്റയുള്ള സങ്കടം, ഒരു വിഷമം ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഒരുമിച്ച് ഇത്രയധികം ദിവസം നിന്നിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തികൾ, സപ്പോർട്ട് ചെയ്യുന്ന സെൻസ് ലൈക്ക് നിങ്ങളിപ്പോൾ അതേപോലെ ആൾക്കാർ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ല, നിങ്ങളിതിൽ ബന്ധപ്പെട്ടതിൽ ഇതിൽ ആൾക്കാരായിട്ട് കണക്റ്റഡായി ആരാണ് ഇതിൽ ബാധിക്കപ്പെട്ട ആൾ, അവരെ ചെന്ന് കണ്ട് അവരെ മനസ്സിലാക്കിയിട്ട് ഒരു ഇൻ്റർവെൻഷൻ അതിൽ വേണം എന്നുണ്ടെങ്കിൽ അതിൽ കയറി ഇടപെട്ടിട്ട് ഈ സംഗതിയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയല്ലേ വേണ്ടത്. അല്ലാതെ അതിൽ ഒരാൾ മുന്നിട്ടിറങ്ങിയ സമയത്ത് അയാളെ ഒന്നും കൂടി മോശമാക്കുക, സ്ട്രെസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നൊരു പ്രവണത നമ്മളെന്തോ ശരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്ത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ശരിയാണ്, ഒരുപാട് ലേഡീസ് ഇതിൻ്റെ പേരിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ സംവൺ ഹാസ് ടു കം അപ്പ് അല്ലേ. ആരെങ്കിലും ഒരാൾ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മളെല്ലാവരും അറിയുള്ളൂ. പിന്നെ ഇത് ഷോ മസ്റ്റ് ഗോ ഓൺ. അതുകൊണ്ട് ഒരുപാട് പേര് മുന്നോട്ട് പോകുന്നുണ്ട്, നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒക്കെ സത്യം. ഷോ മസ്റ്റ് ഗോ ഓൺ. പക്ഷേ ഷോ എന്ന് പറഞ്ഞ സംഗതി കുറച്ച് ആൾക്കാരുടെ പ്രശ്നങ്ങൾ കൊണ്ട് കളങ്കപ്പെടാൻ പാടില്ല.